സ്വർഗനായക കാത്ത് കൊള്ളുക നീ സർവദായക. ചില പുൽക്കൂടുകൾക്ക് ഭംഗിയേറെയാണ്. കണ്ണുനീർ തുള്ളികൾ മഞ്ഞുകണങ്ങളാകുമ്പോൾ അതിന് കുളിരും ഏറെയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾക്കുമപ്പുറം ഹൃദയത്തിൽ ഇതാ പുൽക്കൂടൊരുക്കുന്ന ഒരു ജീവിതം. ഇത് റാണി ജോൺസൺ. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാഷിൻ്റെ പ്രിയ പത്നി. 2011 ആഗസ്റ്റ് 18 മലയാളികൾക്ക് ആർദ്രമായ ഗാനങ്ങൾ സമ്മാനിച്ച ജോൺസൺ മാഷ് എന്ന ആ അതുല്യ പ്രതിഭയായ ഭർത്താവ് മരണം മൂലം വേർപെട്ടു. 1 വർഷം തികയും മുൻപ് ഏകമകനായ റെൻ ഒരു ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്നു. പിന്നീടുള്ള തുണയായ മകൾ ഷാൻ 4 വർഷം കഴിഞ്ഞപ്പോൾ 2016 ഫെബ്രുവരി 5 ചെന്നൈയിൽ വച്ച് ഹൃദയാഘാതം മൂലം വിടവാങ്ങി. തൻ്റെ എല്ലാമായ ഈ 3 പേരെയും ദൈവം പെട്ടെന്നു തിരികെ വിളിച്ചപ്പോഴും ഈ സങ്കടങ്ങളെല്ലാം തൻ്റെ ദിവ്യനാഥൻ്റെ മുൻപിൽ സമർപ്പിച്ച് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് തിരികെ പിടിക്കുന്ന റാണിയമ്മ ഇപ്പോൾ അങ്കമാലി കറുകുറ്റിയിലുള്ള കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ബോസ്കോ ഞെളിയത്തച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം അനേകം കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്ന പ്രവൃത്തികളിൽ പങ്കുചേരുന്നു. അതെ, ചിലർ ഒരുക്കുന്ന പുൽക്കൂടുകൾക്ക് ഭംഗിയേറെയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതുമ്പോഴും ജീവിതം കൊണ്ടവർ പുൽക്കൂടുകൾ തീർക്കുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരുടെ ഹൃദയങ്ങൾ തന്നെ നമുക്ക് മുൻപിൽ പുൽക്കൂടുകളാകുന്നു. സകലതും നന്മയ്ക്കായി എന്ന ദൈവമക്കളുടെ സ്വർഗീയ നിയമം ഇതാ റാണി ജോൺസൺ നമ്മോട് പങ്കുവയ്ക്കുന്നു. റാണിയമ്മ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ റാണിയമ്മ എന്നാണ് വിളിക്കുക. ജീവിതത്തിൽ ഒത്തിരിയേറെ വിരഹങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ദൈവത്തോട് എപ്പോഴെങ്കിലും ഒരു പരാതി, പരിഭവം, വെറുപ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ റാണിയമ്മയ്ക്ക്? ദൈവത്തോട് ഭയങ്കര പരാതി തോന്നിയിട്ടുണ്ട്, ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഭർത്താവ് മരിച്ച 6 മാസം കഴിഞ്ഞപ്പോഴാണ് മോൻ മരിക്കുന്നത്. ഭർത്താവ് മരിച്ച സമയത്ത് എല്ലാവരും ആശ്വസിപ്പിച്ചു, മോനുണ്ടല്ലോ, മോനെ കണ്ടിട്ട് ജീവിക്കാം, അങ്ങനെയൊക്കെ ധൈര്യപ്പെടുത്തി പറഞ്ഞിട്ടൊക്കെ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഭയങ്കര തകർന്നു പോയി. അപ്പോൾ ഈശ്വരടുത്ത് കുറേ കംപ്ലൈൻറ്റും ഇതൊക്കെ ആയിരുന്നു എപ്പോഴും. പിന്നീട് ആ ഒരു ദൈവം അതെല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി തന്നു. മനസ്സിൽ ദൈവം അറിയാണ്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പിന്നെ ഈ ലാസ്റ്റ് ഫെബ്രുവരി 5 മോളുടെ മരണം. അതും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ അത് ആഴമായിട്ട് പതിഞ്ഞു. പിന്നെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് ഇപ്പം ജീവിക്കുന്നത്. അതിനുള്ളൊരു
ഒരു ശക്തി റാണിയമ്മയ്ക്ക് കിട്ടിയ ഒരു അനുഭവം ഉണ്ടായോ? ഇങ്ങനെ ഈ തകർച്ചകളും വിരഹങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിജീവിക്കാനുള്ളൊരു അഭിഷേകം എന്നൊക്കെ പറയില്ല, ഒരു ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അനുഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു ശക്തി കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇരിക്കൂലായിരുന്നു. അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലായിരുന്നു. ആ ഒരു ശക്തി ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ. ഇപ്പം ഞാൻ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ ദൈവത്തിന് കംപ്ലൈൻറ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ ദിവസം മരിച്ചവരുടെ കുർബാന കഴിഞ്ഞപ്പോൾ ജോൺസൺ മാസ്റ്ററിൻ്റെ ടീച്ചർ റാണിയമ്മോട് ഇങ്ങനെ പറഞ്ഞു, റാണിയമ്മ കാണുമ്പോൾ എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നുകയാണെന്ന് ആ ടീച്ചർ പറഞ്ഞപ്പോൾ റാണിയമ്മ എന്തോ വളരെയേറെ ഉള്ളിൽ തട്ടി പറയണ്ടായി. ഒന്ന് പറയാമോ? ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കാം. ഞാൻ കാരണം ഈശോയെ കുറ്റപ്പെടുത്തി അവർ സംസാരിച്ചല്ലോ എന്നോർത്ത് ഈശോയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ റാണിയമ്മയെ ശരിക്കും സ്വാധീനിച്ച ഒരു വചനമുണ്ട്, ശരിക്കൊരു വചനമുണ്ട്. ആ വചനം ഏതാണ്? സങ്കീർത്തനങ്ങൾ 118:8 മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണെന്നുള്ള വചനം എനിക്ക് ഭയങ്കര നല്ലത്. ഓക്കെ, അത് എങ്ങനെയാണ് റാണിയമ്മയ്ക്ക് ഒരു അനുഭവമായിട്ട് മാറാനുള്ള കാരണം? എൻ്റെ ഓരോ ഇതിലും എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഒരാളെ ആശ്രയിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കും. എവിടെ പോകണമെങ്കിലും, സ്കൂളിൽ പോകണമെങ്കിലും, കോളേജിൽ പോകണമെങ്കിലും ഒക്കെ അപ്പച്ചനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അപ്പച്ചൻ മരിച്ച കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ കൂടെയായി. ചേട്ടൻ മരിച്ച പിന്നെ മോനില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ആരും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ദൈവം മാത്രമാണ് ആശ്രയമുള്ളൂ, ദൈവം മാത്രമേ എന്നെ ശക്തിപ്പെടുത്തുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും ആ സമയത്ത് റാണിയമ്മയ്ക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാമീപ്യം, ആ ഒരു ശക്തിപ്പെടുത്തൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദൈവം എപ്പോഴും കൂടി ഒന്ന് പറയാമോ ആ ഒരു അനുഭവിച്ച ദൈവത്തിൻ്റെ ശക്തി? ദൈവം എപ്പോഴും എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് നിരാശയിൽപ്പെട്ട് ഭയങ്കര ഒരു അവസ്ഥയിലായിപ്പോയാനെ. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഞാൻ ഒന്നില്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഫോട്ടോയായിട്ട് ഞാനിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോയി എത്തിച്ചേരേണ്ടി വന്നത്. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ആ വചനത്തിൻ്റെ ശരിക്കുമുള്ള ഒരു ശക്തി സ്വന്തമാക്കിയ അനുഭവത്തിലാണ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഭവമാണ്. അത് കർത്താവിൽ ആശ്രയിക്കുന്ന ശരണപ്പെടുന്നവൻ്റെ കരുത്ത്. പിന്നെ വേറെ ഏത് വചനമാണ് റാണിയമ്മയെ കുറേയും കൂടി സ്വാധീനിച്ചു എന്ന് പറയാൻ സാധിക്കുക? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്, അവർ ആശ്വസിക്കപ്പെടുമെന്ന് പറഞ്ഞ അത് ഒരാശ്വാസം, ആ ഒരു ശരണപ്പെടല്. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് അതിൽ നിന്ന് ആ ഒരു ശക്തി, ആ വചനത്തിന്റെ ശക്തി റാണിയമ്മയിൽ ശരിക്കും നിറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണേലും അത് വലിയൊരു അഭിഷേകമായിട്ട് മാറിയിട്ടുണ്ട് റാണിയമ്മയുടെ ജീവിതത്തിൽ. റാണിയമ്മ ഇതുപോലുള്ള നിരാശയിലൊക്കെ വീണ് പോയപ്പോൾ റാണിയമ്മയ്ക്ക് തകർന്നു പോകാതെ ഇപ്പോഴും പിടിച്ച് സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വേദനിക്കുന്ന അനേകം മക്കളുണ്ട്, അനേകം വേദനിക്കുന്ന മക്കൾ, തകർച്ചകൾ, നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവരോട് റാണിയമ്മയുടെ അനുഭവം വെച്ചിട്ട് റാണിയമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയാനുള്ളത്. ദൈവത്തിൻ്റെ കൃപ കിട്ടിയാൽ നമുക്ക് എല്ലാം സഹിക്കാനും അതെല്ലാം തരണം ചെയ്ത് നിൽക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതിന് ഈശോയുടെ കൃപ മാത്രമാണ് രക്ഷയുള്ളൂ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്, അല്ലേ? അതേ പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയൊരു അനുഗ്രഹം റാണിയമ്മയ്ക്ക് ലഭിച്ചു. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. ആ ഒരു വലിയ അനുഭവമാണ് റാണിയമ്മയെ ഇപ്പോഴും ഈ സഹനത്തിലും ഈ തകർച്ചയിലും ദൈവത്തോട് ചേർന്ന് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് ബലപ്പെടുത്തുക. റാണിയമ്മേ, ഈ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ റാണിയമ്മയെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ റാണിയമ്മയ്ക്ക് പറയാൻ പറ്റുമോ? വിശുദ്ധ അൽഫോൻസാമ്മയെ ഭയങ്കര. എന്താണ് വിശുദ്ധ അൽഫോൻസാമ്മയിൽ നിന്ന് സ്വാധീനിച്ചത്? അൽഫോൻസാമ്മയുടെ ഒരു പ്രാർത്ഥനയിലുള്ള ഒരു ലൈൻ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ, എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് തോന്നിയാൽ അപ്പം തന്നെ ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം ലഭിക്കാറുണ്ട്. എന്നെ ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമെന്നുള്ള ആ പ്രാർത്ഥന എനിക്ക് എപ്പോഴും ചൊല്ലാൻ ഇഷ്ടമാണ്. ആ പ്രാർത്ഥന എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിരിക്കുമ്പോൾ റാണിയമ്മയെ ഈ കൃപയിലും ഈ ശക്തിയിലുമൊക്കെ ശരിക്കും പിടിച്ചു നിർത്തുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് റാണിയമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശുദ്ധ കുർബാന, അനുദിന വിശുദ്ധ കുർബാന എപ്പോഴും ഒരു ദിവസം പോലും മുടങ്ങിയാൽ എനിക്ക് ഭയങ്കര വിഷമമാണത്. അത് പിന്നെ പ്രാർത്ഥനകൾ, പിന്നെ അച്ഛൻ്റെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നതൊക്കെ ഭയങ്കര ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. അത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ റാണിയമ്മയ്ക്ക് ഉണ്ടാകുന്ന അനുഭവം എന്നാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു അനുഭവം.
അത് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള ഒരു അനുഭവം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ധ്യാനത്തിന് വരുന്നവർ റാണിയമ്മനെ കാണുമ്പോൾ തന്നെ അവരുടെ പല വേദനകളും സഹനങ്ങളും ഒന്നുമില്ലാതായി മാറിപ്പോയി എന്നുള്ള അങ്ങനൊരു എന്തെങ്കിലും അനുഭവങ്ങൾ എപ്പോഴെങ്കിലും റാണിയമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിറയെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടെ ധ്യാനത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് പരിചയപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കണല്ലേ, ഇത്രയും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടും ചേച്ചി ജീവിച്ചിരിക്കണല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ദുഃഖങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം അവിടെ ധ്യാനം കൂടിയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നവരായിരുന്നു. അവിടെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് അനിയത്തിയോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ തന്നെ അവരുടെ ദുഃഖങ്ങളൊക്കെ കുറേ സഹിക്കാനായിട്ട് അവർക്ക് പറ്റി. അതവർക്ക് ഭയങ്കര ആശ്വാസം കിട്ടി. എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല, എന്നാലും അവളുടെ അടുത്ത് അനിയത്തിയുടെ അടുത്ത് പോയിട്ട് അങ്ങനെ അവർ പറഞ്ഞു. അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനേകം പേർക്ക് വേണ്ടി റാണിയമ്മ പ്രാർത്ഥിക്കുന്നു. റാണിയമ്മയുടെ സാന്നിധ്യം തന്നെ അനേകം പേർക്കൊരു സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്നുണ്ട്. കർത്താവിനെ സ്വന്തമാക്കി കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥനയിലും ജപമാലയിലും മധ്യസ്ഥം വഹിച്ച് എങ്ങനെയാണ് മധ്യസ്ഥം വഹിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് റാണിയമ്മ ഈ അനേകം മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ്? ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഓരോ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്ക് വേണ്ടി മധ്യസ്ഥ ഓരോരുത്തർ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. തീക്ഷ്ണമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഈശോ എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്നും പ്രാർത്ഥിക്കാറുള്ളത്. എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനാ ജീവിതം റാണിയമ്മയെ അനുദിനം ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, ഒരു ആശ്വാസം നൽകുന്നു, ഒരു അഭിഷേകം പോലെ അതെ ദൈവം അനുഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് എന്നെ ശരിക്കും ഈശോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇതിൽ ഇങ്ങനെയൊക്കെ ഒരുക്കിയെടുത്തത് ഈശോയോട് കൂടുതൽ അടുക്കാനായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവിടെ വെച്ച് ചെന്നൈയിൽ വെച്ച് എനിക്ക് ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് മാത്രമേ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അത്രയൊക്കെ ഉള്ളായിരുന്നു. അത് ഇതുപോലെ ഇത്രയും അടുത്ത് ഈശോൻ്റെ അടുത്ത് നിന്നിട്ടില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴാണ് എനിക്കതിനുള്ള സമയം കിട്ടിയത്. റാണിയമ്മ, ഇതുപോലെ വിരഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ആദ്യം ജീവിത പങ്കാളി, മകൻ, മകള് ഇവരൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ റാണിയമ്മയെ എന്താണ് ഒരു ആശ്വാസത്തിലേക്കും ഒരു സമാധാനത്തിലേക്കും നയിച്ചത്? എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്ക് ഞാൻ എപ്പോഴും ഈശോൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്ത്, എനിക്ക് ഇത്രയും നല്ല 2 മക്കളെ വളർത്താൻ തന്നിട്ട് അത് വേഗം ദൈവം കൊണ്ടുപോയല്ലോ എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഭയങ്കര അതോർത്ത് ഭയങ്കര ദൈവത്തിനോട് ഭയങ്കര. പിന്നീടാണ് അതൊക്കെ മനസ്സിലായത്, അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവം എന്നെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ള ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലായത്. ഞാൻ മോളുടെ 41ൻ്റെ കാർഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതിയിട്ട് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റഫായിട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കുറേ പേപ്പർ ഇങ്ങനെ എഴുതി കളയണത്. പിന്നെ എനിക്ക് മനസ്സിലായത്, ഞാൻ ഇങ്ങനെ എൻ്റെ മോളെയും മോനെയും എൻ്റെ ഭർത്താവിനെയും എനിക്ക് ഈശോ തന്നു, അത് ഈശോ എടുത്തു. അത് കൂട്ടി എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ ഇതിൽ പിന്നെ അതെല്ലാം ശരിയായി. പിന്നെ അത് തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതും ഒക്കെ പിന്നെ ഒന്നും അതിൽ കറക്ഷനൊന്നും വേണ്ടി വന്നില്ല. അപ്പം തന്നെ എനിക്കറിയാം എല്ലാം ദൈവത്തിൻ്റെ ഇതായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഈ ദാനമായ ദൈവം തന്നതിനെ റാണിയമ്മ എന്താണ് ചെയ്തത്? ദൈവത്തിന് സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റിയില്ല. പിന്നീട് അതോർത്ത് സന്തോഷിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു. സമർപ്പിക്കുമായിരുന്നു? ഈശോയിൽ തന്നെ സമർപ്പിക്കും. കുർബാനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കും, സമർപ്പിച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതെ, തീർച്ചയായിട്ടും റാണിയമ്മയ്ക്ക് ലഭിച്ച ആശ്വാസം, ദൈവം തന്ന ദാനമായ മക്കളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ദൈവത്തിന് സമർപ്പിച്ചു. അത് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സ്വീകരിച്ച ഒരു സന്തോഷം, ദൈവം സ്വന്തമാക്കിയൊരു അനുഭവം, അതോടൊപ്പം തന്നെ ആ ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തിയ അനുഭവം, അത് റാണിയമ്മയ്ക്ക് വലിയൊരു ആശ്വാസം നൽകി, അനുഗ്രഹം നൽകി, സമാധാനം നൽകി. റാണിയമ്മ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സഹനത്തിൻ്റെ ക്ലാസ് ധ്യാനത്തിനെടുക്കുമ്പോൾ റാണിയമ്മ ഓടി വന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്താണ് ഈ സഹനത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതിൽ നിന്ന് എന്തൊക്കെയോ റാണിയമ്മയ്ക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് റാണിയമ്മയ്ക്ക് ആ ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്? സഹനത്തിൻ്റെ ക്ലാസ് ഞാൻ എപ്പോഴും വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെ മാതാവിൻ്റെ സഹനവും ഈശോയുടെ സഹനവും ഒക്കെ വലിയ കൃപകളായി മാറുന്നതല്ലേ. അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ശക്തി ലഭിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതിൽ. റാണിയമ്മ ഏറ്റവും അധികം വായിക്കുന്ന പുസ്തകമാണല്ലോ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത, മരിയ വാൾത്തോർത്തയുടെ. ഏത് കാര്യമാണ്, ഏത് മേഖലയാണ് ഈ പുസ്തകത്തിൽ നിന്ന് റാണിയമ്മയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളത്? അതിൽ മാതാവിൻ്റെ അനുഭവങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മാതാവ് കുരിശിൻ ചൂട്ടിൽ നിന്ന് മോൻ്റെ ഈശോയുടെ ആ പീഡാനുഭവമൊക്കെ കണ്ട് പിന്നാലെ നടന്നതും അതെല്ലാം അവർ പീലാത്തോസിൻ്റെ അവിടെ വെച്ചുള്ള ശിക്ഷകൾ നടപ്പാക്കണം, അടിക്കുന്നതും ഇതെല്ലാം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും, മാതാവിന് എങ്ങനെ അതൊന്നും കാണാൻ പറ്റി. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും എവിടെയാണെന്ന് അറിയില്ല, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി തന്നെ.
അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു അത് വായിക്കുമ്പോൾ. മാതാവിൻ്റെ ജീവിതമാണ് മാതാവിൻ്റെ വ്യാകുല വാളുകൾ, മാതാവിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഏതെല്ലാം രീതിയിലാണ് റാണിയമ്മേനെ സ്വാധീനിച്ചതെന്ന് പറയാം, അല്പം കൂടി ഒന്ന് പറയാൻ പറ്റുമോ? കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ ജനിക്കുന്നത്, പിന്നെ ഈശോയെ വളർത്തുന്നത്, അതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. പിന്നെ ഈശോ കുരിശിൽ മരിക്കുന്നത് നോക്കി നിന്ന് കണ്ട ഒരമ്മ, ആ ഒരു സഹനത്തിൻ്റെ ഒരു ശക്തി, അത് എപ്പോഴും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളിയിലൊക്കെ പോയാലും തന്നെ വേഗം മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു ശക്തി മാതാവ് അതെല്ലാം സഹിച്ചു ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു ശക്തി എനിക്കും കുറച്ചെങ്കിലും എനിക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ശക്തി സ്വന്തം മാതാവിൽ നിന്ന് ലഭിച്ചു എന്ന് റാണിയമ്മയ്ക്ക് പറയാൻ പറ്റുമോ ജീവിതത്തിൽ? അതില്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കൂല. ദൈവം ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങളിലൂടെ നയിച്ച വ്യക്തിയാണ് റാണിയമ്മ. ജീവിതത്തെക്കുറിച്ച് റാണിയമ്മയ്ക്ക് എന്താണ് ഇപ്പം പറയാൻ കഴിയുക? എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ഭർത്താവ് മരിക്കുന്ന പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഐഡിയാസ് ഹൗസിങ്ങളിൽ പോകാനായിട്ട് എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഇത് ഭയങ്കര തലവേദന എടുക്കണം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തണേക്കുമ്പോൾ ആൾ മരിച്ചു, ഹാർട്ട് അറ്റാക്കായി, മാസീവ് അറ്റാക്കാണെന്നാണ് പറഞ്ഞത്. പിന്നെ മോൻ്റെ മരണം അതുപോലെ തന്നെ. രാവിലെ അവൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 9 മണിക്ക് ഓഫീസ് കഴിയുമ്പോൾ 10 മണിക്ക് ഞാൻ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. സാറ്റർഡേ ആയതുകൊണ്ട് 10 മണിക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. 10 മണിക്ക് ഓഫീസിൽ നിന്ന് രാവിലെ 10 മണിയായപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മോനൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ്. മോൻ്റെ അത് അങ്ങനെ സംഭവിച്ചു. മോളുടേത് തലേദിവസം ഇരുന്ന് എല്ലാം പ്ലാൻ ചെയ്ത് അവളുടെ റെക്കോർഡിങ് ട്രിവാൻഡ്രത്ത് ചെയ്യാനുള്ള സ്റ്റുഡിയോ വരെയും ബുക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സ്ഥലം എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്ത് എല്ലാം വെച്ചിട്ട് അവൾ രാത്രി ഉറങ്ങാൻ പോയി കിടന്നതാണ്. നേരം വെളുത്തപ്പോൾ അവൾ ഉണർന്നില്ല. അങ്ങനെ എല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ മുറിയിലെല്ലാം പാക്ക് ചെയ്ത് അവൾക്ക് പോരാനുള്ള ബാഗ് രണ്ടും പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവൾ കിടന്നത്, ഉറങ്ങാൻ കിടന്നത്. ഉണർന്നില്ല. പക്ഷെ അപ്പം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം എന്തെല്ലാം ഇത് ചെയ്ത് വെച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എല്ലാം നടക്കുകയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് എല്ലാം സ്വീകരിച്ച് അതിന് സമർപ്പിച്ച ഒരു ജീവിതമാണ് റാണിയമ്മയുടേത്. ഇവിടെ വരെ എനിക്ക് റാണിയമ്മ അറിയാം. റാണിയമ്മ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഒത്തിരി നാളത്തെ അനുഭവം എനിക്കുണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എല്ലാം എന്ന് ശരിക്കും മനസ്സിലാക്കി അതിനെ സമർപ്പിച്ച് ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മയെ പോലെ പറഞ്ഞ് എല്ലാം ദൈവഹിതമായിട്ട് സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന ശക്തമായൊരു ജീവിതമാണ് റാണിയമ്മയുടെ ജീവിതം. അതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്തു വന്നാലും എങ്ങനെ വന്നാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെത് അത്രേ. ആ ഒരു ജീവിതമാണ് റാണിയമ്മയുടെ ജീവിതം. നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു അനുഭവത്തിലാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ നാട്ടിൽ പോയപ്പോൾ ആ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ചെന്നപ്പോൾ റാണിയമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഈശോ ജനിച്ച കാലിത്തൊഴുത്ത് കണ്ടപ്പോൾ ഈശോ ഇപ്പം അവിടെ ഒരു വലിയ ദേവാലയമായി മാറി. പിന്നെ അതുപോലെ നമ്മളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലൊക്കെ ഈശോയ്ക്ക് ഒരു ഇടം കൊടുക്കുകയാണെങ്കിൽ, ഈശോ അവിടെ ജനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും അല്ലാതാവും. അവിടെ സന്തോഷം കൊണ്ട് നമുക്ക് നിറയാൻ സാധിക്കും. ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ ഒന്നുകൂടി പറയാമോ? നമ്മളെ ഈശോ സ്വന്തമാക്കുമ്പോൾ റാണിയമ്മയുടെ അനുഭവത്തിൽ തന്നെ പറ. ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മളുടെ ജീവിതം പൂർണ്ണമായും മാറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി അവിടെ സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടുന്നു. സമാധാനം. ഈശോ ആട്ടിമാരോട് പറഞ്ഞ പോലെ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പം ഈശോ ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സ്നേഹം എല്ലാം നിറയും. ഇതുപോലെ വേദനയിൽ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന മക്കളോട് റാണിയമ്മയുടെ ജീവിതം വെച്ചുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ദുഃഖത്തിലിരിക്കുന്ന എല്ലാം ഒന്നും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തീർച്ചയായും ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായത്തിനായി ദൈവം ഉണ്ടാവും. റാണിയമ്മയുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കി, ഒത്തിരിയേറെ സഹനങ്ങൾ, വിരഹങ്ങൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ കടന്നു വന്നപ്പോൾ ഒരിക്കലും തകർന്നു പോകാത്തൊരു ജീവിതം, നിരാശപ്പെടാത്ത ജീവിതം. ചിലപ്പോഴെങ്കിലും നിരാശപ്പെട്ടു പോയെങ്കിൽ അത് മാനുഷികമാണ്. അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള തിരിച്ചറിവോടെ
ആ കൃപയ്ക്ക് വേണ്ടി എനിക്കറിയാം ഒത്തിരിയേറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കൃപ സ്വീകരിച്ച് കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതമാണ് റാണിയമ്മയുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, വിരഹങ്ങളുണ്ടാകുമ്പോൾ എല്ലാം ഓർക്കുക, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ചിലത് കടന്നു വരുമ്പോൾ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, അത് ദൈവത്തിന് പരിപൂർണമായിട്ടും സമർപ്പിക്കുക. ദൈവം അറിയാതെ റാണിയമ്മ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ദൈവം എപ്പോഴും നമ്മളെ കൂടെ നടത്തും, ആ ദൈവം നമ്മെ താങ്ങി നടത്തും, ആ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് അനുഗ്രഹമുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഈ നാളിൽ ഏറ്റവും പ്രത്യേകമായി അറിയേണ്ട കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പുൽക്കൂട്ടിൽ ജനിച്ച പോലെ ജനിക്കുമ്പോൾ അവിടെ സമാധാനമുണ്ട്. അത് ദൈവാലയത്തിൻ്റെ പരിശുദ്ധിയായിട്ട് മാറും, അത് അഭിഷേകമായിട്ട് മാറും, അത് കൃപയായിട്ട് മാറും. അത് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ്, ഒരു വലിയൊരു സാക്ഷ്യമാണ് റാണിയമ്മയുടെ ജീവിതത്തിലൂടെ ദൈവമായി കർത്താവ് നമുക്ക് നൽകുക. റാണിയമ്മ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, സഹനങ്ങൾ, അവിടെയും ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു കരുത്ത് അനേകം മക്കൾക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിൽ റാണിയമ്മ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി റാണിയമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം റാണിയമ്മ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും റാണിയമ്മയെ പോലെയുള്ളവരുടെയൊക്കെ സഹനത്തിൻ്റെ പ്രാർത്ഥന അനേകം മക്കൾക്ക് അനുഗ്രഹമാണ്, സൗഖ്യമാണ്, സമാധാനമാണ്. ആ ഒരു സ്നേഹത്തോടു കൂടി റാണിയമ്മയ്ക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തിടും നിതാ സ്വർഗ്ഗ